السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وما جعلنا لبشر من قبلك الخلد أفإن مت فهم الخالدون. كل نفس ذائقة الموت ونبلوكم بالشر والخير فتنة وإلينا ترجعون. اصبر لكل مصيبة وتجلد واعلم بأن المرء غير مخلد. واصبر كما صبر الكرام فإنها نوب تنوب اليوم تكشف في غدي. أوما ترى أن المصائب جمة وترى المنية للعباد بمرصد. فإذا أتتك مصيبة تشجى بها فاذكر مصابك بالنبي محمد. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിത ചരിത്രത്തിലൂടെയുള്ള നമ്മുടെ പഠന പരമ്പരയിൽ ഏതാണ്ട് എല്ലാ വിഷയങ്ങളും നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞ് ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വഫാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്നു മുതൽ ഏതാനും ക്ലാസുകളിലൂടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വഫാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും ചരിത്രത്തിൽ വന്നതുമായ ചില യാഥാർത്ഥ്യങ്ങളിലേക്കാണ് എന്റെയും നിങ്ങളുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഖൽബിൽ എന്നെന്നും നിലനിർത്തി തരികയും അവിടുന്ന് കാണിച്ചു തന്ന ശരിയായ പാന്താവിലൂടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയി അള്ളാഹുവിന്റെ ഇഷ്ടത്തിനും സ്നേഹത്തിനും അർഹരായി തീരുന്ന നല്ലവരിൽ ഉൾപ്പെട്ട് പരലോക വിജയികളിൽ വലിയ മഹാന്മാരുടെ കൂടെ ഒരുമിച്ച് ചേരുന്നവരിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ലോകത്തിന് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തവും നഷ്ടവും എന്താണ് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ പല ആളുകൾക്കും പല മറുപടികളാവും പറയാനുണ്ടാവുക. ഏതെങ്കിലും കാലത്ത് നടന്ന യുദ്ധങ്ങളാ,
അല്ലെങ്കിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ നടന്ന കെടുതികളോ ഒക്കെ ആയിരിക്കും പലരുടെയും മനസ്സിൽ വരിക. വാസ്തവത്തിൽ ഈ ലോകത്തിന് സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടവും ദുരന്തവും മറ്റൊന്നുമല്ല, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വഫാത്തായി പോയി എന്നത് തന്നെയാണ്. അവിടുത്തെ വിയോഗമാണ്, അവിടുത്തെ വഫാത്താണ് ലോകത്തിന് സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടവും ദുരന്തവുമായിക്കൊണ്ട് നാം മനസ്സിലാക്കുകയും വിലയിരുത്തുകയും പഠിക്കുകയും ചെയ്യേണ്ടത്. മറ്റുള്ള മഹാന്മാരായ അമ്പിയാക്കളുടെ വഫാത്ത് പോലെയല്ല, അതല്ലെങ്കിൽ മറ്റു മനുഷ്യരുടെ വഫാത്ത് പോലെ ആയിരുന്നില്ല. ഏറ്റവും വലിയ നഷ്ടമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്ത് മുഖേന ലോകത്തിനുണ്ടായി തീർന്നിട്ടുള്ളത്. അതുകൊണ്ട് ഏത് ദുരന്തങ്ങളും മുസീബത്തുകളും ആപത്തുകളും നഷ്ടങ്ങളും ബാധിച്ചാലും നമ്മൾ ആശ്വാസം കൊള്ളേണ്ടത് ഇതിനേക്കാളൊക്കെ ഗൗരവമുള്ള നഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടല്ലോ എന്നോർത്തുകൊണ്ടായിരിക്കണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അവിടുന്ന് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, അയ്യുമാ അഹദിൻ മിനന്നാസി ഔ മിനൽ മുഅ്മിനീന ഉസീബ ബിമുസീബത്തിൻ ഫൽയതഅസ്സ ബിമുസീബതിഹി ബി അനിൽ മുസീബത്തി അല്ലതി തുസീബുഹു ബിഗൈരി ഫഇന്ന അഹദൻ മിൻ ഉമ്മതി ലൻ യുസാബ ബിമുസീബത്തിൻ ബഅദി അശദ്ദു അലൈഹി മിൻ മുസീബതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, അയ്യുമാ അഹദിൻ മിനന്നാസി ഔ മിനൽ മുഅ്മിനീന ഉസീബ ബിമുസീബത്തിൻ, ഏതെങ്കിലും ജനങ്ങളിൽപ്പെട്ട ആർക്കെങ്കിലും അല്ലെങ്കിൽ വിശ്വാസികളിൽ നിന്ന് ആർക്കെങ്കിലും ഉസീബ ബിമുസീബത്തിൻ, വല്ല ആപത്തും വല്ല ദുരന്തവും വല്ല പ്രയാസങ്ങളും ബാധിച്ചു കഴിഞ്ഞാൽ ഫൽയതഅസ്സ, അവൻ ആശ്വാസം കണ്ടെത്തട്ടെ. അവന് ബാധിച്ച മുസീബത്തിനെ കുറിച്ച് അവൻ ചിന്തിച്ച് വല്ലാതെ വേദനയാവാതെ അവന്റെ വേദന ലഘൂകരിക്കാനുള്ള വഴി എന്താണ്? അവൻ ഞാൻ മുഖേന അഥവാ എന്റെ വിയോഗം മുഖേന ഉണ്ടായിട്ടുള്ള നഷ്ടത്തെ അതിനെക്കുറിച്ച് അവൻ പഠിച്ചു മനസ്സിലാക്കട്ടെ. കാരണം എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരാൾക്കും എന്റെ വിയോഗം മൂലമുണ്ടാകുന്ന നഷ്ടത്തെക്കാൾ വലിയ ഒരാപത്തും ഒരു നഷ്ടവും അതിനേക്കാൾ കടുപ്പമേറിയ ഒരു നഷ്ടവും ബാധിക്കാനില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. സഹോദരന്മാരെ, നമ്മൾ ഇവിടെ ചിന്തിക്കണം, എത്ര വലിയൊരു ആശയമാണ് ഇതിലൂടെ നമുക്ക് പകർന്നു തന്നിരിക്കുന്നത്. ഏറ്റവും വലിയ ദുരന്തമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിലൂടെ ലോകത്തിന് സംഭവിച്ചിട്ടുള്ളത്. നമ്മുടെ ഉറ്റവരുടെ, ഉടയവരുടെ, പ്രിയപ്പെട്ടവരുടെ ഒക്കെ മരണം കേൾക്കുമ്പോൾ നമ്മൾ ദുഃഖിതരാവാറുണ്ട്, സങ്കടം അണപൊട്ടി ഒഴുകാറുണ്ട്, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മുടെ മനസ്സിൽ കൂടുകെട്ടിയിരിക്കാറുണ്ട്. എന്നാൽ എത്ര തന്നെ വലിയ മുസീബത്തിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ അത്ര നഷ്ടം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിലില്ലാത്തത്ര നഷ്ടം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വഫാത്തായി പോയത് കൊണ്ടുണ്ടായ നഷ്ടം അതിനോട് കിടപിടിക്കുന്ന ഒരു നഷ്ടവുമില്ലല്ലോ എന്ന് മനസ്സിനെ സമാധാനിപ്പിച്ചാൽ ഏത് ദുരന്തങ്ങളും ഏത് മുസീബത്തുകളും നമുക്ക് നിസ്സാരമായി തോന്നും, നമുക്ക് നിസ്സാരമായി മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നിങ്ങളിൽ ഒരാളും യഥാർത്ഥ സത്യവിശ്വാസിയായി തീരുകയില്ല ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും തന്നെ യഥാർത്ഥ സത്യവിശ്വാസിയായി തീരുകയില്ല അവന്റെ മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും ലോകത്തുള്ള മറ്റെല്ലാവരെക്കാളും ഞാൻ അവനിലേക്ക് പ്രിയപ്പെട്ടവനും ഇഷ്ടപ്പെട്ടവനുമായി തീരുവോളം നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനം ഇതിലേക്കും നമ്മൾ ചേർത്ത് വായിക്കണം. ആരുടെ മരണത്തിലും ദുഃഖിക്കുന്നതിനേക്കാൾ ആരുടെ മരണം കൊണ്ട് നമുക്കുണ്ടായ നഷ്ടത്തെക്കാളും ഉപരിയായ നഷ്ടമാണ്
ലോകത്തിന്റെ നേതാവ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വേർപാട് മുഖേന, വിയോഗം മുഖേന, വഫാത്ത് മുഖേന ഈ ലോകത്തിന് സംഭവിച്ചിട്ടുള്ളത് എന്ന് മനുഷ്യൻ ചിന്തിക്കണം, പഠിക്കണം, ഉൾക്കൊള്ളണം എന്നാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ഇങ്ങനെ മനസ്സിലാക്കണം എന്ന് പറയുന്നത്? എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിയോഗം മൂലമുണ്ടായ ആപത്ത്? എന്താണ് അവിടുത്തെ വിയോഗമുണ്ടായതിനെ സംബന്ധിച്ച് ഓർത്തപ്പോഴൊക്കെ സഹാബിമാര് കരഞ്ഞത്? എന്തുകൊണ്ടാണ് അവരുടെ ദുഃഖം അണപൊട്ടി ഒഴുകിയത്? അത് മനസ്സിലാക്കുവാനുള്ള ഒരു സംഭവമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. അനസ് റളിയല്ലാഹു തആല അൻഹുവാണ് സംഭവം പറയുന്നത്. മഹാനവറുകൾ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന്റെ ശേഷം ഒരിക്കൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഇൻതലിഖ് ബിനാ ഇലാ ഉമ്മി ഐമന നസൂറുഹാ കമാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂറുഹാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഉമറേ, നമുക്കൊന്ന് പോകാം. റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം നടന്നൊരു സംഭവമാണ്. നമുക്കൊന്ന് പോകാം ഉമറേ. എങ്ങോട്ട്? ഇലാ ഉമ്മി ഐമന, ഉമ്മു ഐമൻ എന്ന് പറയുന്ന മഹദിയുടെ സമീപത്തേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉമ്മയുടെ സ്ഥാനം കൽപ്പിച്ചിരുന്ന, അവിടുത്തെ ഒരു വളർത്തുമാതാവായിരുന്ന ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹാ, അവര് പിന്നെയും ജീവിച്ചിരിപ്പുണ്ട്. ആ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയുടെ അരികൽ നസൂറുഹാ, നമുക്കൊന്ന് സന്ദർശിക്കാം. കമാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂറുഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹയാത്ത് കാലത്ത് പലപ്പോഴും ഒരു ആദരവോടുകൂടി ഉമ്മു ഐമൻ ബീവിയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിക്കാറുണ്ട്, വിവരങ്ങൾ ആരായാറുണ്ട്. ആ നിലക്ക് ബന്ധം പുലർത്തിയിരുന്നത് പോലെ നമുക്കും ഉമ്മു ഐമന്റെ അടുക്കലേക്ക് ഒന്ന് പോകാമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ അവർ രണ്ടാളും കൂടെ, അബൂബക്കർ സിദ്ദീഖ് ഉമർ റളിയല്ലാഹു തആല അൻഹുവും കൂടെ പോവുകയാണ്. എങ്ങോട്ട്? ഉമ്മു ഐമനിന്റെ അടുക്കലേക്ക്. ഫലമ്മൻ തഹൈനാ ഇലൈഹാ ബക്കത്ത്. അവർ രണ്ടാളും ഉമ്മു ഐമന്റെ അടുക്കലേക്ക് എത്തിയപ്പോൾ ബക്കത്ത്, മഹദി കരയുകയാണ്. ഇവരെ കണ്ടപ്പോൾ മഹദി കരയുന്നു. ഫഖാല ലഹാ, അപ്പോൾ ഇവർ രണ്ടാളും ആ മഹദിയോട് ചോദിച്ചു, മാ യുബ്കീകി മാ ഇൻദല്ലാഹി ഖൈറുൻ ലിറസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുണ്ടെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹുവിന്റെ അടുക്കലുള്ള അത്യുന്നതമായ പദവിയും അവിടുത്തെ ദറജയും അവിടുത്തെ അത്യുന്നതമായ സ്ഥാനങ്ങളുമൊക്കെ അതല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഏറ്റവും ഖൈറായത്? ഈ ലോകത്തുള്ളതിനേക്കാൾ ഖൈറായ ഒരു ജീവിതത്തിലേക്കല്ലേ നബി തങ്ങൾ പോയിട്ടുള്ളത്? പിന്നെ എന്തിനാ നിങ്ങൾ കരയുന്നത്? അപ്പോൾ ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹാ അബൂബക്കർ സിദ്ദീഖിനോടും ഉമർ റളിയല്ലാഹു അൻഹുവിനോടും പറയാണ്, മാ അബ്കി അല്ലാ കൂന അഅലമു അന്ന മാ ഇൻദല്ലാഹി ഖൈറുൻ ലിറസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂലിന് അള്ളാന്റെ അടുക്കലുള്ളത് ഏറ്റവും മുന്തിയതാണെന്ന് അറിയാത്തയാളല്ല ഞാൻ. അതിന്റെ പേരിലല്ല ഞാൻ കരയുന്നത്. അവിടുത്തേക്ക് ഇവിടുത്തേക്കാൾ സുഖമാണ്, സൗകര്യമാണ്, അത്യുന്നതമായ ദറജയിലാണ്, പദവിയിലാണ്, അതെനിക്കറിയാം. അതിന്റെ പേരിലല്ല ഞാൻ കരയുന്നത്. വലാകിൻ അബ്കി അന്നൽ വഹയ ഖദ് ഇൻഖതഅ മിനസ് സമാ. ഇന്നമാ അബ്കി, നിശ്ചയമായും ഞാൻ കരയുന്നത്, അലൽ വഹയില്ലദീ ഇൻഖതഅ അന്നാ മിനസ് സമാഇ, ആകാശലോകത്തു നിന്ന് ഭൂമിയിലേക്ക് അവിടുന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഏത് പ്രശ്നമുണ്ടെങ്കിലും വഹി ഇറങ്ങി പരിഹാരമുണ്ടാകുമായിരുന്നു. വഹി കിട്ടാറുണ്ട്. നബിതങ്ങളുടെ ഹയാത്ത് കാലത്ത് അവിടുത്തേക്ക് ഏതു പ്രശ്നത്തിലും പരിഹാരമായി കൊണ്ട് വാനലോകത്ത് നിന്ന് വഹി ഇറങ്ങി കിട്ടാറുണ്ട്. എന്നാൽ അത് മുറിഞ്ഞു പോയല്ലോ. റസൂലുള്ളാഹിന്റെ വഫാത്തോടുകൂടി ഇനി വാനലോകത്ത് നിന്നൊരു വഹയുമായി കൊണ്ടൊരു ദൂതൻ വരുന്ന ഏർപ്പാടിനി ഉണ്ടാവില്ലല്ലോ. വഹി നിലച്ചുപോയല്ലോ. അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്. ഇത് പറഞ്ഞപ്പോൾ ഫജഅലാ യബ്കിയാനി മഅഹാ, ഈ ചെന്ന രണ്ടുപേരും ഈ കാര്യം അങ്ങ് കേട്ടപ്പോൾ രണ്ടാളും കരയാൻ തുടങ്ങി. അതാണ് അതിന്റെ ഗൗരവം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്ത് കൊണ്ടുണ്ടായ ഏറ്റവും വലിയ നഷ്ടം അതാണ്. അതെ, അവിടുന്ന് അത്യുന്നതമായ പദവിയിലാണ്.
പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയതോടുകൂടി, അവിടുന്ന് ഈ ലോകത്ത് നിന്ന് വഫാത്തായതോടുകൂടി അള്ളാഹുവിന്റെ വഹ്യിറങ്ങൽ നിലച്ചു കഴിഞ്ഞു. അന്ത്യപ്രവാചകനാണ് അവിടുന്ന്. ഇനി ഒരു വഹി ഒരു നബിക്കും കിട്ടാനില്ല, ഒരു നബിയും വരാനുമില്ല. ആരോടെങ്കിലും ഇനി അള്ളാഹ് സംസാരിക്കുന്നുണ്ടെന്നോ, എനിക്ക് അള്ളാഹുവിങ്കൽ നിന്നതാ ചൂടുള്ള വാർത്തകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നോ ആരവകാശപ്പെട്ടാലും അവൻ കള്ളനാണ്, അവൻ വഞ്ചകനാണ്, ചതിയനാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ഖാത്തമുൽ അംബിയാ, അംബിയാക്കളിലെ അന്ത്യപ്രവാചകനാണ് അവിടുന്ന് എന്ന് ഈ വിഷയത്തെക്കുറിച്ച് തന്നെ മുമ്പൊരു ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചപ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പൊ സഹോദരന്മാരെ, എന്താ ഉമ്മു അയ്മൻ റളിയല്ലാഹു തആല അൻഹ ഇങ്ങനെ ഭയപ്പെടാൻ കാരണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തോടുകൂടി ലോകത്ത് തർക്കങ്ങൾ ഉണ്ടാവാണ്, ഭിന്നതകൾ ഉണ്ടാവാണ്, പ്രയാസങ്ങളും കുഴപ്പങ്ങളും ഒക്കെ പൊട്ടിപ്പുറപ്പെടുകയാണ്. അത് അവിടുത്തെ വഫാത്ത് നടന്നതിന്റെ ഉടനെ തന്നെ ലോകത്തത് സംഭവിച്ചു കഴിഞ്ഞില്ലേ? അതാണ് ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഅ്ജിസത്തുകളിൽ പെട്ടതാണ്. അവിടുന്ന് ഇതിനെ സംബന്ധിച്ചൊക്കെ പ്രവചിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു വഹി അറിയിച്ചു കൊടുത്തിട്ടാണല്ലോ ഭാവിയെ കുറിച്ച് പ്രവചിക്കുന്നത്. ആ നിലക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ തന്റെ കാലശേഷം എന്തു സംഭവിക്കും, തന്റെ സ്വഹാബിമാര് പോയാൽ എന്തു സംഭവിക്കും ലോകത്ത് എന്നൊക്കെ പ്രവചനം നടത്തിയിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ അത് അള്ളാഹുവിന്റെ വഹി അനുസരിച്ചാണല്ലോ അവിടുന്ന് സംസാരിക്കുന്നത്. അവിടുന്ന് ഒരിക്കൽ സ്വഹാബിമാര് പറയുകയാണ്, ഞങ്ങൾ ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി. ഇശാ ജമാഅത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെയൊക്കെ പള്ളിയിലേക്ക് പുറപ്പെട്ടു വന്നപ്പോ ഞങ്ങൾ അവിടെ കുറെ ആൾക്കാർ അവിടെ തന്നെ ഇരിപ്പാ. ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ പോയിട്ടില്ലേ? അപ്പോ സഹാബിമാര് പറഞ്ഞു, ഇല്ല പ്രവാചകരെ, നിങ്ങളുടെ കൂടെ മഗ്രിബ് നിസ്കരിച്ച് ഇശയും കൂടെ നിസ്കരിച്ച് പോകാന്നുള്ള നിലക്ക് ഇവിടെ കാത്തിരിക്കുകയാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പ്രോത്സാഹിപ്പിക്കൊണ്ട് പറഞ്ഞു, അഹ്സൻതും അഹ്സൻതും, നിങ്ങൾ വല്ലാത്തൊരു മുന്തിയ പ്രവർത്തന ചെയ്തത്, വലിയ ഒരു നന്മയാണ് നിങ്ങൾ ചെയ്തത്. ഒരു നിസ്കാരം കഴിഞ്ഞ് സൗകര്യമുണ്ടെങ്കിൽ അടുത്ത നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ആ ഒരു ഇരിപ്പ് വല്ലാത്തൊരു സൽക്കർമ്മമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സന്തോഷമായി ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോ അഹ്സൻതും, അല്ലെങ്കിൽ അവിടുന്ന് പറഞ്ഞത് അസബ്തും, നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്, വളരെ നല്ല കാര്യം, വളരെ നല്ലത് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി പ്രോത്സാഹിപ്പിച്ചു. എന്നിട്ട് അവിടുന്ന് അവിടുന്ന് ആകാശത്തേക്ക് അവിടുത്തെ തല ഉയർത്തിയിട്ട് പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിലും അവിടുന്ന് മുകളിലോട്ട് തല ഉയർത്തിക്കൊണ്ട് പല കാര്യങ്ങളും പറയാറുണ്ട്. ആ കൂട്ടത്തിൽ അന്ന് ഞങ്ങളോട് പറഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നുജൂമു അമനത്തുൻ ലിസ്സമാ ഫഇദാ ദഹബത്തിൻ നുജൂമു അതസ്സമാഅ മാ തുഅദ് വഅനാ അമനത്തുൻ ലിഅസ്ഹാബി ഫഇദാ ദഹബതു അതാ അസ്ഹാബി മാ യുഅദൂൻ വഅസ്ഹാബി അമനത്തുൻ ലിഉമ്മതി ഫഇദാ ദഹബ അസ്ഹാബി അതാ ഉമ്മതി മാ യുഅദൂൻ. സഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്. വളരെ പ്രാധാന്യപൂർവ്വം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രവചനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അന്നുജൂമു, സഹാബത്തിനോട് പറയാണ്, അന്നുജൂമു, നക്ഷത്രങ്ങൾ, വാനലോകത്തുള്ള നക്ഷത്രങ്ങൾ, അമനത്തുൻ ലിസ്സമാ, ആ നക്ഷത്രങ്ങളാണ് ആകാശത്തിനുള്ള കാവൽ. നക്ഷത്രങ്ങളാണ് ആകാശത്തിനുള്ള കാവൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ വിശദീകരണം പറയാണ്, ഫൈദാ ദഹബത്തിൻ നുജൂം, നക്ഷത്രങ്ങൾ വാനലോകത്ത് നിന്ന് അപ്രത്യക്ഷമായാൽ, നക്ഷത്രങ്ങൾ പോയാൽ, അതസ്സമാഅ മാ തുഅദു, ആകാശത്തിന് അല്ലാഹു തആല നിശ്ചയിച്ച അതിന്റെ ഗൗരവപ്പെട്ട കാര്യം വന്നു ചേരും. എന്താ പറഞ്ഞതിന്റെ ഉദ്ദേശം? അതേ പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇദസ്സമാഉ ഫതറത് വഇദൽ കവാകിബു തസറത്, അതേ വഇദൻ നുജൂമു കദറത് എന്നിങ്ങനെ ഖുർആൻ പല സ്ഥലത്ത് പറഞ്ഞില്ലേ? നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുമ്പോൾ, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുമ്പോൾ, അതേ ആകാശം പൊട്ടിപ്പിളർന്ന് അതിന്റെ നാശം സംഭവിക്കുന്നതിന്റെ മുന്നോടിയാണ് നക്ഷത്രങ്ങൾ അങ്ങ് ഉതിർന്നു വീഴൽ.
അപ്പൊ നക്ഷത്രങ്ങൾ അങ്ങനെ തന്നെ സുരക്ഷിതമായി നിലനിൽക്കുന്നിടത്തോളം കാലമാണ് ആകാശം അവിടെ തന്നെ സുരക്ഷിതമായി നിലനിൽക്കുക. നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴാൻ തുടങ്ങിയാൽ ആകാശത്തിന് സംഭവിക്കേണ്ട നാശം സംഭവിക്കുകയായി. ഇതാണ് റസൂലുള്ളാഹി ആദ്യം പറഞ്ഞൊരു ആമുഖം പറഞ്ഞത്. തുടർന്നുകൊണ്ട് അവിടുന്ന് പറഞ്ഞു ഞാൻ എന്റെ സ്വഹാബത്തിനുള്ള കാവലാണ്, എന്റെ സ്വഹാബത്തിനുള്ള കാവലാണ് ഞാൻ. ഫൈദാ ദഹബതു, ഞാൻ പോയാൽ എന്താ സംഭവിക്കുക? അതാ അസ്ഹാബീ മാ യുഅദൂൻ, എന്റെ സഹാബിമാർക്കതാ അവർക്ക് വാഗ്ദത്തം ചെയ്യപ്പെടുന്ന ഭയാനകമായ ചില കാര്യങ്ങൾ അവരിലും സംഭവിക്കുകയായി. ഞാൻ ഉള്ളിടത്തോളം സഹാബിമാരിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ താരകങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ആകാശത്തിനൊന്നും പറ്റാത്തതുപോലെ, താരകങ്ങൾ നശിച്ചു പോയപ്പോൾ ആകാശത്തിന് അതേ പിളർപ്പും പൊട്ടലും നാശവും വന്നതുപോലെ എന്റെ സഹാബത്തിനിടയിൽ ഞാൻ ഉണ്ടാകുമ്പോൾ ഞാൻ അവർക്കൊരു സുരക്ഷിതത്വമാണ്, ഞാൻ അവർക്കൊരു കാവലാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ എന്റെ സഹാബത്തിലും സംഭവിക്കാനുള്ളത് സംഭവിക്കും. ഇമാം നവവി റഹിമഹുല്ലാഹ് ഈ ഹദീസ് സഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസാണ്. സഹീഹ് മുസ്ലിമിന്റെ ശർഹ് അഥവാ വ്യാഖ്യാനം എഴുതിയ പണ്ഡിതന്മാരിൽ പ്രസിദ്ധനാണ് മഹാനായ ഇമാം നവവി റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ ശർഹ് മുസ്ലിം എന്ന കൃതിയിൽ നമുക്ക് ഈ ഹദീസ് മഹാനവറുകൾ വിശദീകരിക്കുന്നിടത്ത് കാണാം, എന്റെ സഹാബത്തിന് ഞാൻ പോയാൽ ചില പ്രശ്നങ്ങൾ വരും എന്ന് പറയുന്നത് അതായത് മിനൽ ഫിതനി വൽ ഹുറൂബി വർതിദാദി മൻ ഇർതദ്ദ മിനൽ അഅറാബി വഖ്തിലാഫിൽ ഖുലൂബി വനഹവി ദാലിക മിമ്മാ അൻദറ ബിഹി സരീഹൻ വഖദ് വഖഅ കുല്ലു ദാലിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? എന്റെ ശേഷം സഹാബത്തിൽ സംഭവിക്കേണ്ടതൊക്കെ സംഭവിക്കും. മിനൽ ഫിതനി, ഫിത്നകൾ ഉണ്ടാകും, കുഴപ്പങ്ങൾ സംഭവിക്കും. വൽ ഹുറൂബ്, യുദ്ധങ്ങൾ ഉണ്ടാകും പരസ്പരം. വർത്തിദാദി മനിർത്തദ്ദ മിനൽ അഅറാബി, പലരും അതാ ഇസ്ലാമിനെ കുറിച്ച് ശരിക്കും ഉള്ളിൽ കടന്നിട്ടില്ലാത്തവർ, പേരിന് ഇസ്ലാമിലേക്ക് കടന്നു വന്നവരൊക്കെ അവര് മുർത്തദ്ദുകളായിക്കൊണ്ട് മതഭ്രഷ്ടരായിക്കൊണ്ട് പിന്മാറുന്ന അവസ്ഥ വരും. വഖ്തിലാഫിൽ ഖുലൂബ്, ഒന്നിച്ചു നിൽക്കുന്ന ഹൃദയങ്ങളിലതാ അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും ഒക്കെ ഉടലെടുക്കുന്നു. വനഹവി ദാലിക, ഇത് മാത്രമല്ല ഇതുപോലെ മിമ്മാ അൻദറ ബിഹി സരീഹൻ, അവിടുന്ന് വ്യക്തമായി തന്നെ മുന്നറിയിപ്പ് നൽകിയ കാര്യങ്ങളൊക്കെ സംഭവിക്കും. വഖദ് വഖഅ കുല്ലു ദാലിക്, ഇതൊക്കെ പറഞ്ഞിട്ട് നബവി ഇമാം പറയുകയാണ് ഇതൊക്കെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ പ്രവചനം അക്ഷരാർത്ഥത്തിൽ പുലർന്നിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷമാണ് ഒരുപാട് കുഴപ്പങ്ങൾ സഹാബിമാർക്കിടയിൽ തന്നെ ഉണ്ടായത്, ഒരുപാട് ഫിത്നകൾ ഉണ്ടായത്, പലരും മുർത്തദ്ദുകളായി പോയത്, പലരും നബിത്വവാദികളായി കൊണ്ട് ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത്, പലരും ഞങ്ങൾ സകാത്ത് തരില്ലെന്ന് വാശി പിടിച്ചത്, പലരും പലതിന്റെയും പേരിൽ പോരാടിയത്, ഒക്കെ പല രൂപത്തിലുള്ള വിഷമങ്ങളും ഉണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളപ്പോഴൊന്നും ഉണ്ടായില്ല. ആ കാവലങ്ങ് പോയപ്പോ സഹാബിമാരിൽ ചിലതൊക്കെ സംഭവിച്ചു. അതുകൊണ്ടും റസൂലുള്ളാഹി നിർത്തിയില്ല, അവിടെയും റസൂലുള്ളാഹി നിർത്തിയില്ല, തുടർന്നു അവിടുത്തെ ഉപദേശം, അവിടുത്തെ പ്രവചനം. അടുത്ത പ്രവചനം എന്താ? വഅസ്ഹാബി അമനത്തുൻ ലിഉമ്മതി, എന്റെ സഹാബിമാർ എന്റെ ഉമ്മത്തിനുള്ള കാവലാളുകളാണ്. എന്റെ സഹാബിമാർ എന്റെ ഉമ്മത്തിനുള്ള കാവലാണ്, എന്റെ ഉമ്മത്തിനുള്ള കാവലാളുകളാണ് സഹാബിമാര്, നിർഭയത്വമാണവർ. എന്നാൽ ഫൈദാ ദഹബ അസ്ഹാബി, എന്റെ സഹാബിമാരൊക്കെ മരിച്ചു തീർന്നാലോ, എന്റെ സഹാബത്ത് പോയി തീർന്നാലോ, എന്റെ സഹാബിമാരൊക്കെ പോയാലോ, അതാ ഉമ്മത്തി മാ യുഅദൂൻ, എന്റെ സമുദായത്തിനതാ ഒരുപാട് നാശങ്ങളും ഫിത്നകളും അവർക്ക് വരേണ്ടതൊക്കെ അത് മുഖേന വരുന്നു. കണ്ടോ, ഇത് വിശദീകരിച്ചുകൊണ്ടതാണ് ഇമാം പിന്നെയും പറയുന്നു സഹാബത്തിന്റെ ശേഷം പിന്നെ നാശം വരുന്നു എന്ന് പറഞ്ഞാൽ മഅനാഹു, അതിന്റെ ഉദ്ദേശം, അതിന്റെ അർത്ഥം മിൻ ളുഹൂരിൽ ബിദഇ വൽ ഹവാദിസി ഫിദ്ദീനി വൽ ഫിതനി ഫീഹി വതുലൂഇ ഖർനി ശൈത്താനി വളുഹൂരിർ റൂമി വഗൈരിഹിം അലൈഹിം വൻതിഹാകിൽ മദീന വമക്ക വഗൈരി ദാലിക വഹാദിഹി കുല്ലുഹാ മിൻ മുഅ്ജിസാതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം വിശദീകരിക്കണം. മഅനാഹു, അതിന്റെ ഉദ്ദേശം, അതിന്റെ അർത്ഥം മിൻ ളുഹൂരിൽ ബിദഅ വൽ ഹവാദിസ്,
സഹാബത്ത് പോയി കഴിയുമ്പോഴാണ് ലോകത്ത് ബിദ്അത്തുകൾ ശക്തി പ്രാപിക്കുക. സഹാബത്ത് മരിച്ചു തീരുന്നതോടുകൂടി ലോകത്ത് പുത്തനാചാരങ്ങളും പുത്തൻ വിശ്വാസങ്ങളും പുതിയ പുതിയ വിശ്വാസങ്ങളും സമ്പ്രദായങ്ങളും ഒക്കെ മതത്തിന്റെ പേരിൽ കടന്നുകൂടും. മതത്തിൽ, ദീനിൽ പുതിയ പുതിയ സമ്പ്രദായങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ കടന്നേറി കടന്നുവരും, മുന്നേറി കടന്നുവരും. അതുപോലെ തന്നെ ഫിത്നകൾ അതിന്റെ പേരിൽ വ്യാപകമായി മാറും. ശൈത്താന്റെ കൊമ്പ് പ്രത്യക്ഷപ്പെടും. അഥവാ പൈശാചികമായ എല്ലാ രൂപത്തിലും സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അവിടുന്ന് ഇറാഖിലേക്ക് ചൂണ്ടിക്കൊണ്ട് മദീനത്തുനിന്ന് പറഞ്ഞു. മദീനത്തുനിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ മിമ്പറിൽ നിന്ന് ഇറാഖിന്റെ ഭാഗത്തേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അവിടെ നിന്നാണ് ഫിത്ന പുറപ്പെടുക, അവിടെ നിന്നാണ് ശൈത്താന്റെ കൊമ്പ് പ്രത്യക്ഷപ്പെടുക, അവിടെ നിന്നാണ് സർവനാശങ്ങളും പുറപ്പെടുക. അതേ, അതൊക്കെയും സംഭവിച്ചു കഴിഞ്ഞു. അതേ, മദീനയിലും മക്കയിലും പോലും കുഴപ്പമുണ്ടാകും. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവചനം, അള്ളാന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് അതൊക്കെ പറഞ്ഞു പ്രവചിച്ചു. അതുകൊണ്ട് ഇതിനൊക്കെ പറഞ്ഞതിന്റെ ശേഷം അവസാനം നബവി ഇമാം പറയുകയാണ്, വഹാദിഹി കുല്ലുഹാ മിൻ മുഅ്ജിസാതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രവചനങ്ങളൊക്കെ അമാനുഷികമായ പ്രവചനമാണ്, മനുഷ്യനെ കൊണ്ടൊന്നും പറയാൻ കഴിയൂല. അതാണ് വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അതേ, അവിടുന്ന് ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുകയില്ല, സംസാരിച്ചിട്ടുമില്ല. അവിടുത്തേക്ക് നൽകപ്പെടുന്ന ബോധനങ്ങളെ പിൻപറ്റിക്കൊണ്ടാണ് അവിടുന്നെല്ലാം സംസാരിക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ ലോകത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇതുകൊണ്ടാണ് പറയുന്നത്, ലോകത്തിനുണ്ടായ ഏറ്റവും വലിയ ദുരന്തം, ലോകത്തിന് സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടമേതാണെന്ന് ചോദിച്ചാൽ അത് മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിയോഗം മുഖേനയാണ്. അത്രത്തോളം വലിയ നഷ്ടമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിലൂടെ ലോകത്തിനുണ്ടായത്. കാരണം ഏത് പ്രശ്നത്തിനും മുമ്പ് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ചെന്നാൽ പരിഹാരം ഉണ്ടായിരുന്നു, വഹിയിറങ്ങുമായിരുന്നു. ഇപ്പൊ എന്താ അതിന് വല്ല മാർഗമുണ്ടോ? ഒന്നും മാർഗമല്ല. തമ്മിൽ തെറ്റിയോര് തെറ്റി, അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായി, തീരുമാനം പറയാൻ ആളില്ല. കൃത്യമായി തീരുമാനങ്ങളിലേക്ക് മടങ്ങാൻ, പ്രമാണങ്ങളിലേക്ക് മടങ്ങാൻ ആളുകൾക്ക് മനസ്സുമില്ല. അങ്ങനെ വാശിയും വൈരാഗ്യവും ഫിത്നകളും കുഴപ്പങ്ങളും നാശങ്ങളും വാരി വിതറിക്കൊണ്ട് ലോകം ഇങ്ങനെ കടന്നുപോയി കൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും കാരണം നമ്മുടെ നേതാവിന്റെ വിയോഗമാണ്. അവിടുന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കൂല. അതുകൊണ്ട് തന്നെ ലോകത്തിന് സംഭവിച്ച ഏത് മുസീബത്തിനേക്കാളും നഷ്ടത്തെക്കാളും ഏറ്റവും വലിയ നഷ്ടം മഹാനായ നമ്മുടെ ജീവനേക്കാൾ നാം സ്നേഹിക്കൽ ബാധ്യതയായിട്ടുള്ള മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിയോഗമാണ്. അവിടുത്തോടുള്ള സ്നേഹം നമ്മുടെ ഖൽബിൽ അല്ലാഹു എന്നും ജ്വലിപ്പിച്ചു നിർത്തി അനുഗ്രഹിച്ചു തരുമാറാകട്ടെ. സഹോദരന്മാരെ, അവിടുത്തെ വിയോഗം അവിടുന്ന് പല സന്ദർഭങ്ങളിലായി സൂചനകളിലൂടെ നൽകിയിട്ടുണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്ത് അവിടുത്തെ ചില വാക്കുകളിലൂടെ, ചില പ്രവർത്തനങ്ങളിലൂടെ, ഞാൻ പോവുകയാണ്, ഞാൻ നിങ്ങളോടൊത്തുള്ള ജീവിതത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടിരിക്കുന്നു, എന്റെ നാളുകൾ ഏതാണ്ട് എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്ന സൂചനകൾ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചില പ്രവൃത്തികളിലൂടെ, അവിടുത്തെ ചില വാക്കുകളിലൂടെ സ്വഹാബത്തിന്റെ മുമ്പിൽ അവിടുന്ന് സൂചന നൽകിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ പ്രവൃത്തിപഥത്തിലൂടെ ഉണ്ടായ ചില സൂചനകളാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ റമദാനിലും അവിടുത്തെ പതിവ് അവസാനത്തെ 10 ദിവസം ഇഅ്തികാഫിരിക്കലാണ്. അവസാനത്തെ 10 ദിവസമാണ്. അതേ, അവിടുന്ന് എല്ലാ റമദാനിലും 10 ദിവസം പള്ളിയിൽ ഇഅ്തികാഫിരിക്കും, മദീനത്തെ പള്ളിയിൽ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവസാനം കുറിച്ച റമദാനിൽ, പിന്നെ റമദാനിൽ അവിടുന്ന് ഉണ്ടായിട്ടില്ല. ആ റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 20 ദിവസത്തോളമാണ് ഇഅ്തികാഫിരുന്നത്. സാധാരണ പതിവിൽ നിന്ന് വിപരീതമായി അവസാനം അവിടുന്ന് വഫാത്താകുന്ന വർഷത്തിൽ 20 ദിവസം തുടർച്ചയായി അവിടുന്ന് ഇഅ്തികാഫിരുന്നു, പോകുന്നു എന്നൊരു സൂചന. അതുപോലെ തന്നെ രണ്ടാമത്തെ സംഭവം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെന്താ? എല്ലാ റമദാനിലും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ഖുർആൻ പാഠം നോക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഖുർആൻ ഇറങ്ങിയത് നമുക്കെല്ലാം അറിയാം, ഒറ്റയടിക്കങ്ങ് ഇറങ്ങിയതല്ല. ഇന്ന് നമ്മുടെ കൈകളിൽ ഉള്ളതുപോലെ 114 അധ്യായങ്ങൾ ഒറ്റയടിക്കങ്ങ് ഇറങ്ങിയതല്ല. മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല കൽപ്പനകൾ തൗറാത്തിൽ ഒന്നിച്ചു കൊടുത്തതുപോലെ
അള്ളാന്റെ റസൂലിന് അങ്ങനെ കിട്ടിയതല്ല. ഓരോ സന്ദർഭങ്ങളുടെ സാഹചര്യങ്ങളുടെ തേട്ടമനുസരിച്ചുകൊണ്ട് കുറേശ്ശെയായി ഘട്ടം ഘട്ടമായിട്ടാണല്ലോ ഇറങ്ങിയത്. അങ്ങനെ ഇറങ്ങിയ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ ഇങ്ങനെ പല ഘട്ടങ്ങളിൽ ഇറങ്ങിയത് ഓരോ വർഷവും റമദാനിലാകുമ്പോ അതുവരെ ഇറങ്ങിയതൊക്കെ ഒന്ന് പാഠം നോക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹിഫ്ള് പരിശോധിക്കാൻ ആര് വരാറുണ്ട്? ജിബ്രീൽ അലൈഹിസ്സലാം വരാറുണ്ട്. അങ്ങനെ എല്ലാ കൊല്ലവും ഒരിക്കലും ഇങ്ങനെ നോക്കും. ഓരോ വർഷവും അങ്ങനെ തന്നെ നോക്കി. അവസാനത്തെ വർഷം റസൂലുള്ള വഫാത്താകുന്ന വർഷം ഇതുപോലെ 2 തവണയാണ് ജിബ്രീൽ അലൈഹിസ്സലാം പാഠം നോക്കിയത്. 2 തവണ പരിശോധിച്ച് ഉറപ്പുവരുത്തി ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു കോട്ടവും പറ്റിയിട്ടില്ല. കൃത്യമായി പഠിപ്പിച്ചത് അങ്ങനെ തന്നെ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ അവിടെയുണ്ട്. ആ നിലക്കുള്ള പരിശോധന അവിടുന്ന് വഫാത്താകുന്നതിന്റെ ഒരു സൂചന 2 തവണയാണ് ആ റമദാനിൽ നടന്നത്. ഇനി അവിടുത്തെ വാക്കുകളിലൂടെ അവിടുന്ന് തന്നെ പറയുക തന്നെ ചെയ്തു. അതേ ഹജ്ജത്തുൽ വദാഇൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു. അവിടുത്തെ വിടവാങ്ങൽ ഹജ്ജിൽ വെച്ചവിടുന്ന് പറഞ്ഞു, സഹാബിമാരെ, ഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ യഹാദൽ മൗഖിഫി അബദാ. സഹാബിമാരെ, എനിക്കറിഞ്ഞുകൂടാ ഈ കൊല്ലത്തിന്റെ ശേഷം ഇനി ഇതേ സ്ഥാനത്ത് നിന്ന് വെച്ച് നിങ്ങളെ ഞാൻ കണ്ടുമുട്ടുകയില്ലായിരിക്കാം. ഇനി ഇവിടുന്ന് ഞാൻ നിങ്ങളെ കണ്ടുമുട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു പക്ഷേ നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ചയായിരിക്കാം. ജംറത്തുൽ അഖബയിൽ വെച്ച് കല്ലെറിയാനുള്ള കൽമണികൾ പെറുക്കിയെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ എറിയേണ്ട കല്ലിന്റെ വലിപ്പം കാണിച്ചു കൊടുക്കുകയാണ് സ്വഹാബത്തിന്. ഇത്ര വലിപ്പമുള്ള കല്ലാണ് എറിയേണ്ടത് എന്ന് പറഞ്ഞ് അതിങ്ങനെ വിരലുകൾക്കിടയിൽ ഞൊടിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുന്നു, ഖുദൂ അന്നീ മനാസിക്കക്കും, നിങ്ങളുടെ ഹജ്ജിന്റെ അനുഷ്ഠാന രീതികളൊക്കെ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിച്ചോളണം. എന്നിട്ട് അവിടുന്ന് പറയാണ്, ഫലഅല്ലി ലാ അഹുജ്ജു ബഅദ ആമി ഹാദാ, ഇക്കൊല്ലത്തിന്റെ ശേഷം ഇനി ഞാനൊരു ഹജ്ജ് ചെയ്തോളണമെന്നില്ല. ഈ കൊല്ലത്തിന്റെ ശേഷം ഇനി ഞാനൊരു ഹജ്ജ് ചെയ്തോളണം എന്നില്ല. അതുകൊണ്ട് പഠിക്കേണ്ടതൊക്കെ ഇപ്പൊ തന്നെ പഠിച്ചോളി എന്ന് കൽമണി എടുത്ത കല്ലെറിയുന്ന ആ കാഴ്ച കാണിച്ചു കൊടുത്തുകൊണ്ട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കൃത്യമായ ഒരു സൂചനയായിരുന്നു. മാത്രമല്ല മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യമനിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി പറഞ്ഞേക്കുകയാണ്. യമനിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി മുആദ് റളിയല്ലാഹു അൻഹുവിനെ നബി തങ്ങൾ പറഞ്ഞേക്കുമ്പോ അള്ളാന്റെ റസൂൽ മുആദ് റളിയല്ലാഹു അൻഹുവിനെ യാത്രയാക്കാൻ വേണ്ടി കൂടെ ഇറങ്ങിയിരിക്കുകയാണ്. മുആദ് റളിയല്ലാഹു അൻഹു വാഹനപ്പുറത്ത് കയറിയിരുന്നു. റസൂലുള്ള യാത്രയാക്കാൻ കൂടെ ഇറങ്ങിയിരിക്കുകയാണ്. മുആദ് യാത്രക്കൊരുങ്ങിയിട്ട് യാത്ര വാഹനത്തിലേറിയിരിക്കുന്നു. വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംശി തഹ്ത റാഹിലതിഹി, മുആദിരിക്കുന്ന വാഹനത്തിന്റെ വടിയിലതാ നബിതങ്ങൾ പോയി നിൽക്കുകയാണ്. യാത്ര പറയാണ്, യാത്രയൊക്കെയാണ്. അങ്ങനെ യാത്രയപ്പിന്റെ നേരത്തെ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു വാക്ക് പറഞ്ഞു, യാ മുആദ്, മുആദേ, ഇന്നക അസാ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ. മുആദേ, നീ എന്നെ ഇനി ഈ കൊല്ലത്തിന്റെ ശേഷം നീ ഇനി എന്നെ കണ്ടുമുട്ടിയില്ലായിരിക്കാം. നീ എന്നെ ഇനി കണ്ടുമുട്ടാൻ സാധ്യതയില്ല. ഇനി കണ്ടുമുട്ടാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ അവിടുന്ന് പറഞ്ഞത് ഇങ്ങനെയും പറഞ്ഞു, ലഅല്ലക മുആദേ, നീ ആയേക്കാം ഇനി വരുമ്പോ അൻ തമുറ ബിമസ്ജിദി ഹാദാ ഔ ഖബ്രി, ഇനി നീ മടങ്ങി വരുമ്പോ നീ ഒന്നുകിൽ എന്റെ പള്ളിയുടെ സമീപത്തുകൂടെ അതല്ലെങ്കിൽ എന്റെ ഖബറിന്റെ സമീപത്തുകൂടെ ആയിരിക്കും മുആദേ നീ തിരിച്ചു വരിക. യമനിലേക്ക് യാത്രയാക്കുന്ന മുആദ് റളിയല്ലാഹു അൻഹു വല്ലാതെ സങ്കടപ്പെട്ടു. ഫബകാ മുആദ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. ജസഅൻ ലിഫിറാഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനോട് വിട പറയാണല്ലോ എന്നോർത്ത് മുആദ് റളിയല്ലാഹു തആല അൻഹു കരയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് പിന്നെയും പറഞ്ഞു, ഇന്നാ ഉലന്നാസി ബിയൽ മുത്തഖൂൻ മൻ കാനൂ വഹൈസു കാനൂ, ജനങ്ങളിൽ എന്നോട് ഏറ്റവും അടുപ്പമുണ്ടാവുക ആർക്കാണ്? അൽ മുത്തഖൂന, പടച്ചവനെ പേടിച്ച് ജീവിക്കുന്നവർക്കാണ്. അല്ലാഹുവിനെ ഏറ്റവും സൂക്ഷിച്ച് ആര് ജീവിക്കുന്നുവോ അവർക്കാണ് ജനങ്ങളിൽ എന്നോട് ഏറ്റവും അടുപ്പമുണ്ടാവുക. മൻ കാനൂ വഹൈസു കാനൂ,
അവരായിരുന്നാലും എവിടെയായിരുന്നാലും മുആദ് റളിയല്ലാഹു അൻഹുവിനെ ആശ്വസിപ്പിക്കുകയാണ്, മുആദേ പൊയ്ക്കോ, യമനിലേക്ക് പൊയ്ക്കോ, നീ ഇവിടെ ഇല്ലെങ്കിലും അതേ ഞാൻ പറഞ്ഞതുപോലെയുള്ള ജീവിതമാണെങ്കിൽ, ഞാൻ പഠിപ്പിച്ചതുപോലെ തഖ്വയുള്ള ജീവിതമാണെങ്കിൽ, മുത്തഖീങ്ങളായി ജീവിക്കുകയാണെങ്കിൽ, അവരെവിടെയാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും അവരെ ആരായിരുന്നാലും അവരാണ് ഞാനുമായി ഏറ്റവും അടുപ്പമുള്ളവർ, അവരാണ് ഞാനുമായി ഏറ്റവും ബന്ധമുള്ളവരെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹിന്റെ റസൂലിന്റെ കുടുംബത്തിൽ ഒരാൾ ആയിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നാട്ടിലായി വിചാരിച്ച് കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ആ തഖ്വയുണ്ടല്ലോ, ആ ഇസ്ലാമികമായ ബോധമുണ്ടല്ലോ, അത് ജീവിതത്തിൽ ആര് കാത്തു സൂക്ഷിക്കുന്നുവോ അവൻ ആരാവട്ടെ, ഏത് കുടുംബക്കാരനാവട്ടെ, ഏത് പ്രദേശത്തുകാരനാവട്ടെ, ഏത് നാട്ടുകാരനാവട്ടെ, ഏത് ഭാഷക്കാരനാവട്ടെ, ഏത് നിറമുള്ളവനാകട്ടെ, ഏത് വംശത്തിൽ പറന്നവനാകട്ടെ, ആരാവട്ടെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഏറ്റവും അടുപ്പമുള്ളവർ ഏറ്റവും തഖ്വയുള്ളവരാണ്. അതാണല്ലോ റബ്ബ് പറഞ്ഞത്, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളിൽ ഏറ്റവും മാന്യൻ, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരവ് ലഭിക്കപ്പെടുന്നവൻ നിങ്ങളുടെ കൂട്ടത്തിൽ അത്ഖാകും, നിങ്ങളിൽ ഏറ്റവും സൂക്ഷ്മതയുള്ളവനാണ്. അതേ ലാ ഫദ്ല ലി അറബിയിൻ അലാ അജമീൻ, അറബിക്ക് അനറബിയേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല. വെളുത്തവന് കറുത്തവനേക്കാളും ഒരു ശ്രേഷ്ഠതയുമില്ല. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിന് പഠിപ്പിച്ചു പോയ സന്തോഷ വാർത്തകളാണ്. അപ്പൊ അവിടുത്തെ ഈ വാചകത്തിലും ഈ കൃത്യമായ സൂചനയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ സൂറത്തുൻ നസ്റിന്റെ അവതരണം, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. ഈ സൂറത്ത് അവതരിച്ചപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സഹാബിമാരോടൊക്കെ ചോദിച്ചു, എന്താ ഇതിനെപ്പറ്റി അഭിപ്രായം? സഹാബത്തൊക്കെ പലരും പറഞ്ഞു, ഫത്ഹുൽ മദാഇനി വൽ ഖുസൂർ, പട്ടണങ്ങളും കൊട്ടാരങ്ങളും ഒക്കെ ഇസ്ലാമിന്റെ കീഴിൽ വരാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. പട്ടണങ്ങളും കൊട്ടാരങ്ങളും രാജ്യങ്ങളും ഒക്കെ ഇസ്ലാമിന്റെ കീഴിൽ വരാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സഹാബത്ത് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു, മാ തഖൂലു ഇബ്നു അബ്ബാസ്? ആരാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു? വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറുകൾ പറയുന്നതിൽ അഗ്രഗണ്യനായ നേതാവ്, റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളിൽ അഗ്രേസരൻ എന്നാണ് മഹാനവറുകൾ അറിയപ്പെടുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിപ്പിടിച്ചിട്ട് ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ, അല്ലാഹുവേ ദീനി കാര്യത്തിൽ ഇബ്നു അബ്ബാസിന് നീ നല്ല അറിവ് കൊടുക്കണേ, വഅല്ലിംഹു തഅ്വീൽ, വ്യാഖ്യാനങ്ങളൊക്കെ നീ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ് എന്ന് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്ത സഹാബിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. മഹാനവറുകളെ സമീപിച്ചുകൊണ്ട് ഈ ആയത്തിനെ പറ്റി നിങ്ങൾക്കെന്താ മനസ്സിലായത്, നിങ്ങൾക്കെന്താ പറയാനുള്ളതെന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറയുന്നു, അജലുൻ, അതൊരു അവധിയെത്തിയ വർത്തമാനമാണ്, അവധിയെത്തിപ്പോയി എന്നാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്ത് അടുത്തിരിക്കുന്നു. അവിടുത്തെ വഫാത്തിനെ കുറിച്ച് അവിടുന്ന് തന്നെ ഇതാ നമ്മെ അറിയിച്ചിരിക്കുന്നു എന്നതാണ് എനിക്കതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. അതായിരുന്നു സത്യം. സൂറത്തുൻ നസ്ർ അവതീർണമായതിന്റെ ശേഷം അധിക കാലം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരിക്കലതാ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖതബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലതാ ജനങ്ങളോട് ഖുതുബ നടത്തുന്നു, പ്രസംഗിക്കുന്നു. എന്നിട്ട് നബി തങ്ങൾ അങ്ങനെ പറഞ്ഞു, പ്രസംഗത്തിന്റെ ഇടയ്ക്ക് പറഞ്ഞു, ഇന്നല്ലാഹ ഖയ്യറ അബ്ദൻ ബൈന ദുനിയാ വ ബൈന മാ ഇൻദഹു ഫഖ്താറ ദാലികൽ അബ്ദു മാ ഇൻദല്ലാഹ്. എന്താ നബിതങ്ങൾ പറഞ്ഞത്? നിശ്ചയമായും അല്ലാഹു അവന്റെ ഒരു അടിമക്ക് ദുനിയാവിലെയും ദുനിയാവിലെ
സുഖസൗകര്യങ്ങളെയും അള്ളാഹുവിന്റെ അടുക്കലുള്ള സുഖസൗകര്യങ്ങളുടെയും ഇടയിൽ ഏതാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, തെരഞ്ഞെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബ് ഒരു പ്രത്യേകമായ ഓർഡർ നൽകി. റസൂലുള്ളാഹി പ്രസംഗിക്കുകയാണ്, ഖുതുബയിൽ പറയാണ്, അള്ളാഹുവിന്റെ ഒരടിമക്ക് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഒന്ന്, ദുനിയാവിൽ തന്നെ കുറച്ചു കാലവും കൂടി സുഖമായിട്ട് ജീവിക്കാം, അതല്ലെങ്കിൽ അള്ളാഹിന്റെ അടുക്കലുള്ള ഏറ്റവും വമ്പിച്ച സുഖ സൗകര്യങ്ങൾ. ഇത് രണ്ടിൽ ഏതാ വേണ്ടത്? രണ്ടിലേത് വേണമെങ്കിലും തെരഞ്ഞെടുക്കാമെന്നൊരു സ്വാതന്ത്ര്യം അള്ളാഹു അവന്റെ ഒരടിമക്ക് നൽകി. എന്നിട്ട് റസൂൽ പൂർത്തിയാക്കിയത് എന്താ? ആ അടിമ എന്തു ചെയ്തു? അള്ളാന്റെ അടുക്കലുള്ളത് ആ അടിമ തെരഞ്ഞെടുത്തിരിക്കുന്നു. ആ അടിമ ആരുടെ അടുക്കലുള്ളതാ തെരഞ്ഞെടുത്തിരിക്കുന്നത്? അള്ളാഹുവിന്റെ അടുക്കൽ. ഇത്രേ റസൂലുള്ളാഹി പറഞ്ഞുള്ളൂ. ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഫബകാ അബൂബക്കർ. ഇത് കേട്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അങ്ങ് പൊട്ടിക്കരഞ്ഞു. ഇത് കേട്ടപ്പോ അങ്ങ് കരയാൻ തുടങ്ങി. അപ്പൊ സഹാബത്ത് പറയാണ്, ഫഅജിബ്നാ ലിബുകാഇഹി, എന്തിനാണ് ഈ മനുഷ്യൻ കരയുന്നത് എന്ന് ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അബ്ദിൻ ഖുയ്റ, ഏതോ ഒരു അടിമക്ക് ഇങ്ങനെ രണ്ട് സ്വാതന്ത്ര്യം അല്ലാഹ് കൊടുത്തു എന്ന വിവരം അള്ളാന്റെ റസൂല് പറയുമ്പോഴേക്ക് എന്തിനാ ഇദ്ദേഹം ഇങ്ങനെ കരയുന്നത് എന്ന് ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. ഏതോ ഒരാളെ കാര്യം അങ്ങനെ പറഞ്ഞു, അങ്ങനെ ആ ആള് ഇങ്ങനെ തീരുമാനം എടുത്തു എന്ന് പറഞ്ഞതിന് നബി തങ്ങൾ എന്തിനാ, ഈ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു എന്തിനാ കരയുന്നത് എന്ന് ഞങ്ങൾ അത്ഭുതം കൂറിയപ്പോൾ അപ്പോഴാ മഹാനവറുകൾ പറഞ്ഞു തരുന്നത്, ഫകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുവൽ മുഖയ്യർ, ആ തെരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ട അടിമ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അവിടുന്ന് ദാ പോകുന്നു എന്ന വാർത്തയാ പറഞ്ഞത്. ദുനിയാവ് മതിയാക്കിയിരിക്കുന്നു, ആഖിറം തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് പറഞ്ഞത്. അത് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കാൻ സാധ്യമായില്ല. വകാന അബൂബക്കർ അലമനാ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഇക്കാര്യത്തെ കുറിച്ച് ഏറ്റവും നന്നായി അറിഞ്ഞത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആകുന്നു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ തന്നെ അവിടുത്തെ ചില പ്രവർത്തനങ്ങളിലൂടെ, അവിടുത്തെ ചില വാക്കുകളിലൂടെ, അവിടുത്തെ ചില മുന്നറിയിപ്പുകളിലൂടെയൊക്കെ എന്റെ വിയോഗം അടുത്തിട്ടുണ്ട് എന്ന് അവിടുന്ന് മനസ്സിലാക്കുകയും അത് സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന്റെ മുമ്പായി അവിടുന്ന് ശത്രുക്കളിലേക്ക് നിയോഗിച്ച ഏറ്റവും അവസാനത്തെ ഒരു സൈന്യം ഉണ്ടായിരുന്നു, ഒരു പട്ടാളം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒരുപാട് നാടുകളിലേക്ക് പല നായകന്മാരുടെയും നേതൃത്വത്തിൽ ഇസ്ലാമിക പ്രബോധനത്തിനും അവിടെ പോയി യുദ്ധം ചെയ്തുകൊണ്ട് അതേ ധിക്കാരികളായ ആളുകൾക്കുള്ള ഇസ്ലാമിനോടുള്ള ശത്രുത, അതേ അവരുടെ മുമ്പിൽ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് കാര്യങ്ങൾ പറയാനും, അതുപോലെ തന്നെ അവിടെ ജയിച്ചടക്കേണ്ട സ്ഥലങ്ങൾ പോയി ജയിച്ചടക്കാനുമൊക്കെ റസൂലുള്ളാഹി പല സംഘങ്ങളെ അയച്ചിട്ടുണ്ട്. അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന്റെ മുമ്പായി സഫർ മാസത്തിൽ അവിടുന്ന് നിയോഗിച്ച പട്ടാളം റോമിലേക്ക് അയച്ച പട്ടാളമാണ്. റോം എന്ന് പറയുന്നത് അന്ന് ഇസ്ലാമിനോട് കടുത്ത ശത്രുത നിലനിർത്തിയിട്ട് പിന്നെയും അഹങ്കാരത്തിൽ തന്നെ നിലകൊണ്ടിരുന്ന മറ്റ് രാജ്യങ്ങളൊക്കെ ഇസ്ലാമികമായ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനും വിനയം ഉൾക്കൊള്ളാനും സ്വാതന്ത്ര്യങ്ങൾ നൽകിയപ്പോൾ ഈ രാജ്യം പിന്നെയും വലിയ ധിക്കാരികളായി കൊണ്ട് നിലനിന്നിരുന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ടൊരു പട നയിക്കാൻ വേണ്ടി സഹാബിമാരെ പറഞ്ഞേക്ക്. വലിയ ഒരു സംഘം, ആ സംഘത്തിന്റെ നേതാവായി കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചത് നമുക്ക് അത്ഭുതം തോന്നും, ഉസാമ റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. 18 വയസ്സ് മാത്രം പ്രായമുള്ള ഉസാമ ആരാണ്? തന്റെ വളർത്തുപുത്രനായ സെയ്ദ് ബിൻ ഹാരിസയുടെ മകനാണ്. സെയ്ദ് ബിൻ ഹാരിസ, പരിശുദ്ധ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ സെയ്ദ്, ഫലമ്മാ ഖദാ സെയ്ദും മിൻഹാ വതറൻ എന്ന് സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹ് പേരെടുത്ത് പറഞ്ഞ സെയ്ദ്, തന്റെ വളർത്തുപുത്രനായ സെയ്ദ് മുഅ്തത്ത് യുദ്ധത്തിന് പടത്തലവനായി കൊണ്ട് അയക്കപ്പെട്ടവരിൽ ഒരുവനായ സെയ്ദ് റളിയല്ലാഹു അൻഹു, ആ സെയ്ദിന്റെ മകനായിരുന്നു ഉസാമ റളിയല്ലാഹു അൻഹു. ചെറുപ്പക്കാരനാണ്, 20 അടുത്ത പ്രായമാണ്.
20 പ്രായമായ ചെറുപ്പക്കാരനായ അതേ ടീനേജ് നമുക്ക് പറയാവുന്ന ആ പ്രായക്കാരനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് തഴക്കവും പഴക്കവുമുള്ള സഹാബിമാരുണ്ടായിട്ടും അവരുടെ നേതാവായിക്കൊണ്ട് റോമിലേക്ക് നിയോഗിക്കുന്നത്. അപ്പൊ തന്നെ ചില ആളുകൾക്കിടയിലൊക്കെ സഹാബിമാർക്കിടയിലൊക്കെ ഇഷ്കാലുണ്ടായി, ഒരു സംസാരം ഉണ്ടായി. ചെറിയ പ്രായക്കാരനായ ഒരാള് നമ്മളൊക്കെ നേതാവാകണോ? മുതിർന്ന ഒരുപാട് ആളുകളില്ലേ, അതായിരിക്കില്ലേ നല്ലത് എന്നൊക്കെ ഒരു ശങ്ക, ഒരു സംശയം ഇങ്ങനെ പരസ്പരം പങ്കുവെച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടു. അത് കേട്ടപ്പോ അവിടുന്ന് സഹാബത്തിനോട് പറഞ്ഞു, ഇൻ തതഅനു ഫീ ഇമാറത്തിഹി, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിങ്ങൾക്ക് അല്പം വിഷമം തോന്നുന്നുവോ എങ്കിൽ മുമ്പും ഫഖദ് കുൻതും തതഅനൂന ഫീ ഇമാറത്തി അബീഹി മിൻ ഖബൽ, അദ്ദേഹത്തിന്റെ മുമ്പ് അദ്ദേഹത്തിന്റെ ഉപ്പയെ നേതൃത്വമേൽപ്പിച്ചപ്പോഴും ചിലർക്കൊരു പ്രയാസം തോന്നിയിരുന്നു. സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ മുഅ്തത്ത് യുദ്ധത്തിൽ അന്ന് അയച്ചപ്പോഴും ചിലർക്കൊക്കെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇമാറത്തിന് വളരെ അർഹനായിരുന്നു. മാത്രമല്ല അദ്ദേഹം ജനങ്ങളിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയുമായിരുന്നു. അതുകൊണ്ട് ആ സയ്യിദിന്റെ ശേഷം എനിക്കിതാ ഏറ്റവും ഇഷ്ടമുണ്ട് അദ്ദേഹത്തിന്റെ മോനായ ഉസാമയോട്. അതുകൊണ്ട് ഈ ദൗത്യ സംഘത്തിന്റെ ഈ പ്രത്യേകമായ സേനാ ഗ്രൂപ്പിന്റെ നേതാവായിക്കൊണ്ട് ഉസാമയെ തന്നെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. പിന്നെ സഹാബിമാർക്കിടയിൽ പ്രശ്നമൊന്നുമില്ലല്ലോ, അള്ളാന്റെ റസൂല് അങ്ങനെ തീരുമാനിച്ചില്ലേ, പിന്നെ സമയനാവാത്താന എല്ലാവർക്കും പിന്നെ പ്രശ്നമൊന്നുമില്ല, അവരത് അംഗീകരിച്ചു. അങ്ങനെ ഉസാമ റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ, ചെറുപ്പക്കാരനായ ഉസാമയുടെ നേതൃത്വത്തിൽ തഴക്കവും പഴക്കവും പ്രവർത്തന പാരമ്പര്യവും പരിചയവും ഒക്കെയുള്ള മഹാന്മാരായ സഹാബത്ത് വളരെ അച്ചടക്കത്തോടെ പോകാനൊരുങ്ങാണ്. അങ്ങനെ പോയി കൊച്ചങ്ങ് മദീനയിൽ നിന്ന് അധികം ദൂരം എത്തിയില്ല. അപ്പോഴേക്ക് വിവരം കിട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ രോഗം ഇത്തിരി കഠിനമാണ്, പ്രവാചകന്റെ രോഗം ഇത്തിരി കലശലായിട്ടുണ്ട്, ഇവിടുത്തെ വേദന ഇത്തിരി കൂടിയിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു ആശങ്കയായി, നമ്മളിങ്ങനെ പോയാൽ എന്താകുമെന്നൊരു വിവരമറിയാതെ വിഷമിക്കില്ലേ. അതുകൊണ്ട് ആ സംഘം അങ്ങനെ തന്നെ മടങ്ങി. അങ്ങനെ തന്നെ ആ സംഘം ഇങ്ങ് മടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിവരം അറിഞ്ഞിട്ട് പോകാം എന്ന നിലയ്ക്ക് അവർ തിരിച്ചു വരാനുണ്ടായി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്ത് നടന്നു. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചെയ്ത ആദ്യത്തെ പണി എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചു വെച്ച ഉസാമയുടെ സൈന്യത്തെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ റോമിലേക്ക് പറഞ്ഞയക്കുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ആദ്യം ചെയ്ത കാര്യം അന്നുണ്ടായി. ചില ആളുകൾക്ക് ഒരു മുറുമുറുപ്പ്, എന്തിനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇങ്ങനെ പറഞ്ഞു? അപ്പോൾ അദ്ദേഹം ശാന്തരാക്കി എല്ലാവരെയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ച ഒരാളെ അവിടുത്തെ വിയോഗത്തിന്റെ ശേഷം മാറ്റാൻ എനിക്കധികാരമില്ല, എനിക്കത് പാടില്ല, നമുക്കത് പാടില്ല. അതുകൊണ്ട് ശാന്തരാകൂ, ആർക്കും പിന്നെ പ്രശ്നമില്ല. അതെ, നേതാവായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, എല്ലാവരും അനുസരിക്കുന്നു. അവിടെ പോയി ശക്തമായ നിലക്കുള്ള വിജയവുമായി കൊണ്ടാണ് കേവലം 20 പ്രായക്കാരനായ ഉസാമ റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിൽ സഹാബത്ത് തിരിച്ചു വന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇവിടെ നമ്മൾ ചെറുപ്പക്കാരെ മനസ്സിലാക്കണം, ഉസാമ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രായം മനസ്സിലാക്കണം. ഏറ്റവും നല്ല പ്രായത്തിലാണ് ഏറ്റവും നന്നായി അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കേണ്ടത്. അതുകൊണ്ടാണ് അള്ളാഹു റബ്ബുൽ ആലമീനിന്റെ പ്രത്യേകമായ തണലല്ലാത്ത ഒരു തണലുമില്ലാതെ സൂര്യൻ തലക്കുമീരെ കത്തിജ്വലിച്ച് ആളുകൾ മുഴുവനും മഹ്ശറിൽ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് വെന്തുരുകി നിൽക്കുന്ന ദിവസത്തിൽ പോലും സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. 7 വിഭാഗം ആളുകൾ അവർക്ക് അല്ലാഹു തണലിട്ട് കൊടുക്കും. ഒരു തണലും ഒരാൾക്കും കിട്ടാത്ത ദിവസത്തിൽ മഹ്ശറ വൻസഭയിൽ വെച്ച് ചൂടുകൊണ്ട് ആളുകൾ എരിപൊരി കൊള്ളുന്ന നേരത്ത് അല്ലാഹു തണലിട്ട് കൊടുക്കുന്ന വിഭാഗത്തെ എണ്ണിയപ്പോൾ രണ്ടാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് വശാബുൻ നശഅ ഫീ ഇബാദത്തി റബ്ബിഹി, തന്റെ രക്ഷിതാവായ റബ്ബിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ മാനിച്ചുകൊണ്ട്, റബ്ബിന്റെ കൽപ്പനകളെ മാനിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ഇബാദത്ത് ചെയ്തുകൊണ്ട് യുവത്വത്തെ നല്ല നിലക്ക് ചെലവഴിച്ച ആളുകൾക്കാണ് അല്ലാഹു നാളെ പരലോകത്ത് പ്രത്യേകമായ ശീതളച്ചായ നല്ല തണലും തണുപ്പും പ്രദാനം ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ വഴിവഴിച്ചു പോകുന്നത് ആ പ്രായത്തിലാണ്.
അല്ലെ? ടീനേജിന്റെ കാര്യത്തിലായിരുന്നു എല്ലാവർക്കും ആശങ്ക, അല്ലെ? ആ പ്രായത്തിലായ എല്ലാവരും, ആണായാലും പെണ്ണായാലും, ഇറങ്ങിപ്പോകുന്നതും ഒളിച്ചോടുന്നതും പ്രശ്നമുണ്ടാക്കുന്നതും അശ്ലീലതകൾ കാണുന്നതും കേൾക്കുന്നതും തെമ്മാടികളാകുന്നതും വൃത്തികെട്ടവരാകുന്നതും വലിയ കൊലയാളികളാകുന്നതും കൊട്ടേഷൻ ടീമിലെ മെമ്പറാകാൻ തുടക്കം കുറിക്കുന്നതും എല്ലാം ആ പ്രായത്തിന്റെ ചടുലതയിലും ചോരത്തിളപ്പിലുമാണ്. സഹാബിമാരൊക്കെ അവരുടെ ചെറുപ്പകാലം ദീനിനു വേണ്ടി ചെലവഴിച്ചവരാണ്. അതേ പടനായകരാകാൻ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത ചെറുപ്പക്കാര് വല്ലാത്ത പ്രാപ്തി നേടിയിരുന്നു. നമ്മൾ പാഠം ഉൾക്കൊള്ളണം. ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ ആ ചരിത്രത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിമമായി നിയോഗിച്ച ആ ഗ്രൂപ്പിന്റെ നേതാവ് ചെറുപ്പക്കാരനായിരുന്നു എന്നതാണ് സാന്ദർഭികമായിട്ട് സഹോദരങ്ങളെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അങ്ങനെ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെ അവിടുത്തെ വഫാത്തിനോട് അടുത്ത നാളുകളിൽ പ്രത്യേകം ശുഹദാക്കളെ, ഉഹദ് ശുഹദാക്കൾ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള ഉഹദിൽ ചെന്ന് അവിടുത്തെ ഖബറുകളൊക്കെ സന്ദർശിച്ചു. അതുപോലെ തന്നെ ബഖീൽ പോയി അവരെയൊക്കെ സന്ദർശിച്ചു. അതേ അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വഇന്നാ ഇൻഷാ അല്ലാഹു തആല ബികും ലലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലകുമുൽ ആഫിയ അൻതും സലഫുനാ വനഹ്നു ബിൽ അസർ. അതേ സിയാറത്ത് ചെയ്യുമ്പോൾ, ഏത് ഖബറിന്റെ സമീപത്ത് പോകുമ്പോഴും അവർക്ക് രക്ഷയ്ക്ക് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ റബ്ബ് ഉദ്ദേശിച്ചാൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഇതാ വന്നു ചേരുന്നു. നിങ്ങൾ ഞങ്ങളുടെ മുമ്പേ പോയവരാണ്, ഞങ്ങൾ ഇതാ അടുത്ത് തന്നെ വരുന്നു എന്നിങ്ങനെ നമുക്ക് തന്നെ പാഠം ഉൾക്കൊള്ളുന്ന വചനങ്ങൾ, നമ്മെ തന്നെ പഠിപ്പിക്കുന്ന വചനങ്ങൾ, നമ്മെ തന്നെ മരണചിന്ത തട്ടിയുണർത്തുന്ന വാചകങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിരുന്നു. അവിടുന്ന് വഫാത്തിന്റെ മുമ്പായി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഉഹദും പോയി സന്ദർശിച്ചു. അതുപോലെ തന്നെ തൊട്ട് മദീനത്തെ മസ്ജിദിൽ ഒരു വെളിപ്പാടകലയുള്ള ബഖീഉൽ ഗർഖദ് എന്ന പേരിലുള്ള പല ആളുകളും ജന്നത്തുൽ ബഖീ എന്നാണ് പറയാറുള്ളത്. മദീനയിലെ പൊതു ഖബർസ്ഥാനമാണ് ബഖീ. ആ ബഖീനെ പറ്റി പല ആളുകളും ജന്നത്തുൽ ബഖീ എന്ന് പറയാറുണ്ട്. ആ പ്രയോഗം തന്നെ ശരിയല്ല. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമോ സഹാബത്തോ ഒന്നും പ്രയോഗിച്ചതല്ല, പിൽക്കാലത്തുണ്ടായ ഒരു പ്രയോഗമാണ്. ബഖീഉൽ ഗർഖദ് എന്നാണ് ആ സ്ഥലത്തിന്റെ നാമവും, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആ രണ്ട് സ്ഥലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന ഘട്ടത്തിൽ സന്ദർശിക്കുകയുണ്ടായി എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. പിന്നീടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന് കാരണമാകുന്ന നിലക്കുള്ള ചില വേദനകൾ അവിടത്തേക്ക് ആരംഭിക്കുന്നതും ആ രോഗത്തിന്റെ ഏതാണ്ട് മൂർച്ഛിച്ച് മുന്നോട്ട് പോയി തീരുന്നതും. ഇൻഷാ അല്ലാഹ് അടുത്ത അവസരത്തിൽ നമുക്കത് വിശദീകരിക്കണം. അല്ലാഹു റബ്ബുൽ ആലമീൻ മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കാണിച്ചിരുന്ന വഴിത്താരയിലൂടെ മുന്നോട്ട് പോകുവാൻ, അവിടുന്ന് പഠിപ്പിച്ച ഇസ്ലാമികമായ വിശ്വാസങ്ങളും ആചാരങ്ങളും, അവിടുന്ന് പഠിപ്പിച്ച എല്ലാ സ്വഭാവങ്ങളെയും ജീവിതത്തിൽ പരമാവധി പുലർത്തിക്കൊണ്ട് അവിടുത്തെ പിൻപറ്റി അല്ലാഹുവിൽ നിന്ന് ഏറ്റവും വലിയ സ്നേഹത്തിന് അർഹരായി തീരുന്ന നല്ലവരിൽ ഉൾപ്പെടാൻ റബ്ബ് സുബ്ഹാനഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ഫിത്നകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ നല്ല നല്ല പ്രവർത്തനങ്ങളിൽ അല്ലാഹുവിന്റെ കാവലും സഹായവും അവൻ വർഷിച്ചു കൊണ്ടിരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. اللهم احفظ دولة الإمارات من الفتن ما ظهر منها وما بطن. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.